കഴിഞ്ഞ ദിവസം കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ കർണാടകത്തിനും തമിഴ്നാട്ടിനും ഇടയിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനിടയിലാണ് പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഒരു പ്രതികരണം ഉണ്ടായത്. പ്രതിഷേധത്തിനിടെ പ്രസംഗിക്കുമ്പോഴാണ് ഉദയനിധി സ്റ്റാലിൻ നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയത്. സദസ്സിൽ നിന്ന് ഈ DMK പ്രവർത്തകർക്കിടയിൽ നിന്ന് തൃഷ എന്ന പേര് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉയരുന്നു. അതിന് പിന്നാലെ സാധാരണ ജനങ്ങൾക്ക് ജലം എത്തിയില്ലെങ്കിലും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പരാമർശമാണ് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രവർത്തകരും വലിയ ആർപ്പുവിളിയോടുകൂടിയാണ് ആ പരാമർശം ഏറ്റെടുത്തതെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അറസ്റ്റിലേക്ക് പോവുകയാണോ? ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുകയാണോ? പ്രതിഷേധം KB ശ്രീധരൻ കസ്റ്റഡിയിലെടുത്തോ? നിലവിൽ അതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നുണ്ട്, കോടതിക്ക് മുൻപിലുണ്ട്. ആ കോടതി വിധി കൂടി അനുസരിച്ചായിരിക്കും കസ്റ്റഡി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രവർത്തകർ പോലീസ് ഇപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട്. ആ വാഹനത്തിനുള്ളിൽ ഉദയനിധി ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകരും വളരെയധികം ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. ഏതായാലും ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിലാണ് എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിലവിലേതായാലും വലിയ സംഘർഷ സാധ്യതയുണ്ട്. പോലീസുമായി വലിയ ഉന്തും തള്ളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ വിവാദ പരാമർശത്തിലാണ്, ഈ കാവേരി പ്രസംഗത്തിൽ നടത്തിയ വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശം, ആ പരാമർശത്തിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്നിരുന്നു. രാഷ്ട്രീയ വിവാദം മാത്രമല്ല, പൊതുജനങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെതിരെ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. തഞ്ചാവൂർ പോലീസാണ് ഉദയനിധിയുടെ നീലങ്കരയിലെ വീട്ടിലെത്തി ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നത്. ഉദയനിധി കസ്റ്റഡിയിലായി എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരം? അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനി ഔദ്യോഗികമായി വേണ്ടതുണ്ട്. പക്ഷേ കസ്റ്റഡിയിലായി എന്നതാണ് അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന്, വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രവർത്തകരുടെ ഭാഗത്തും വലിയ പ്രതിഷേധമുണ്ട് ഉദയനിധിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. വാഹനത്തിനുള്ളിൽ ഉദയനിധിയുണ്ട്. ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തൃഷയ്ക്കെതിരായ പരാമർശത്തിലാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ശ്രീധരൻ, തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് രതീഷ്. ഉദയനിധി പ്രതികരണം തഞ്ചാവൂർ പോലീസിന്റേതാണ് നടപടി. അതിന് കാരണം തഞ്ചാവൂരിൽ നടന്ന പരിപാടിയിലാണ് ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്ത് നിന്ന് ഈ പരാമർശം ഉണ്ടായത്. അതുകൊണ്ടാണ് தொடர்ந்து எதிர்கட்சி எம்எல்ஏக்கள் அதே மாதிரி இப்ப எதிர்கட்சி தலைவர் கைது சார் எதிர்கட்சி எம்எல்ஏ கைது